സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, അതൊന്നും എനിക്കറിയില്ല പ്ലീസ്. ഞാനൊരു മരിച്ച വീട്ടിലേക്ക് പോകാം. മരിച്ച വീട്ടിൽ അറിയില്ല എനിക്കതിൻ്റെ. നിങ്ങളെത്ര വിവരം ഈ കാര്യത്തിൽ എനിക്കില്ല, അതാണ് വാസ്തവം. ദയവായിട്ട് ഇല്ല അല്ല, അതല്ല, ഈ സത്യത്തിൽ നിങ്ങളത്ര വിവരങ്ങൾ, ലേറ്റസ്റ്റ് വിവരങ്ങൾ എൻ്റെ അടുത്ത് ഇല്ല. അല്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാലല്ലേ നമ്മൾ അറിയിക്കാൻ പറ്റുള്ളൂ. തീരുമാനമെടുത്താൽ നമ്മൾ അറിയിക്കും. അപ്പോൾ ഞങ്ങളോട് പറയും. പിന്നെന്താ, ആര്യടൻ ഷൗക്കത്ത് തന്നെയാണെന്ന് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അന്തിമമായിട്ടുള്ള ഹൈക്കമാൻഡിന്റെ ഒരു വാർത്താക്കുറിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അയച്ച പട്ടികയിൽ ഷൗക്കത്തിന്റെ പേര് മാത്രമെന്ന് പറയുമ്പോൾ അത് നിലമ്പൂരിൽ ഇതുവരെ ഉണ്ടായിരുന്ന സസ്പെൻസുകൾക്കെല്ലാം ഒരു അവസാനം നൽകുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പല മേഖലകളിൽ നിന്നുണ്ടായി. PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, VSയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം, ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം അത് ഷൗക്കത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിലാണ്. നമുക്ക് കാണാം ഷൗക്കത്തിന്റെ അണികൾ, പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ്, ഒരുപാട് നേരമായി കാത്തിരിക്കൽ തുടങ്ങിയിട്ട് വളരെ ആശ്വാസമുണ്ട്. ഇനി പ്രഖ്യാപിച്ചാൽ മതി. അൻവറിന്റെ ഒരു വക, അൻവർ ഒരു തരത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുന്നു, മറ്റു പല രാഷ്ട്രീയ നീക്കങ്ങളും. നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാണെന്ന് കരുതിയിരുന്നു? ഇല്ല, അങ്ങനെയല്ല. അതൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ന് പിന്നെ UDFന് അതിനുള്ള കെൽപ്പുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു പ്രതിസന്ധി UDFനകത്തില്ല. സ്ഥാനാർത്ഥിയായിട്ട് അൻവറിന്റെ പേര് മാത്രമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അൻവറിൻ്റെ അല്ല, ഇപ്പോൾ നമുക്ക് AICCയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ആഹ്ലാദ പ്രവർത്തനത്തിലാണ്. എല്ലാവരും സന്തോഷത്തിലുണ്ട്. അതിരാവിലെ തൊട്ട് പ്രവർത്തനം 24 hours ഇവിടെ ഉണ്ട്. രാവിലെ 7 മണി തൊട്ട് മുഴുവൻ ആളുകളുണ്ട് ഇവിടെ. ഏത് സമയത്തും ആർക്കും വരാൻ പറ്റുന്ന ഒരു വീടാണത്. ഒരിക്കലും ഗേറ്റ് അടയ്ക്കാത്ത വീടാണ്. ആർക്കും എപ്പോഴും ഏത് സമയത്തും ഇവിടെ എത്താം. UDFനെ സംബന്ധിച്ചോളം UDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ എല്ലാവർക്കും കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. LDFൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ. അതെ, 9 വർഷമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലം LDFൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. ഇനി നമുക്ക് 9 വർഷമായി നഷ്ടപ്പെട്ട മണ്ഡലത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും മടിച്ചു. ഇനി എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ നിലമ്പൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഉള്ളൂ. സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ രാവിലെ വാർത്തയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ഒരു ഇല്ല, അത് നമ്മളെ നേതൃത്വം ശക്തമായിട്ടൊരു തീരുമാനം എടുക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു എല്ലാവരും. നേതൃത്വത്തിന് ഇപ്പോൾ UDFൻ്റെതായ ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനം വെച്ചിട്ട് UDF അതിന് ഉചിതമായൊരു തീരുമാനം എടുക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു നമ്മളെല്ലാവരും. കാത്തിരുന്നൊരു വാർത്തയാണ് അല്ലേ? തീർച്ചയായും സ്ഥാനാർത്ഥിക്കല്ല നമ്മൾ പ്രാധാന്യം. ഇവിടെ UDF ഒറ്റക്കെട്ടാണ്. ഏത് കാലത്തും ഞങ്ങൾ ഒന്നിച്ചാണ്. ഇവിടെ UDFൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു പ്രചാരണം പ്രവർത്തനങ്ങളും നടക്കും. ഈ മണ്ഡലം ഞങ്ങൾ വൻ ഭൂരിപക്ഷം തിരിച്ചു പിടിക്കും. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളൊക്കെ പ്രതീക്ഷ? കേട്ടില്ല. തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ പ്രതീക്ഷ എത്രമാത്രമുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കേവലം ഒരു 10ഓളം വർഷമായി ഇവിടെ ഒരു MLAൻ്റെ സാന്നിധ്യം ഇല്ലാതായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഈ നിലമ്പൂർ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും UDFൻ്റെ പ്രവർത്തകർ 2 കൈയും നീട്ടി സ്വീകരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വീട് ഈ നിലമ്പൂരുകാർക്ക് എന്നും ഒരു ആശ്രയമാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എല്ലാ മേഖലയിലും ഈ വീട് ഒരു സംരക്ഷണമാണ്, ഒരു അത്താണിയാണ്. വീണ്ടും ഒരു MLA വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഒരുപാട് ആശ്വാസമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു MLA ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യം നിലമ്പൂർകാർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അല്ല, കാത്തിരിപ്പായിരുന്നു. എങ്കിലും ഈ വാർത്ത ആയിരിക്കും, ഈ ഒരു അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ എത്തുക എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം അദ്ദേഹമാണ് അതിനർഹൻ. കാരണം അദ്ദേഹത്തിന് എന്നെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞാൽ കുടുംബമായിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ബന്ധമല്ല, ഈ പ്രദേശവാസിയാണ്.
1990 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നതല്ല, ഞങ്ങൾ കൊണ്ടുവന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. LDF-ന്റെ ഒരു കണ്ണൂർ രാഷ്ട്രീയ അമ്മയുടെ സാഹചര്യമാണ് 90 കാലഘട്ടത്തിൽ. അങ്ങനെ ഞങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് നല്ല നേതൃത്വം വേണം. ആ നേതൃത്വം അദ്ദേഹം ഈ 35 വർഷമായിട്ട് വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്ന ഇദ്ദേഹം തന്നെയാണ് പ്രസ്ഥാനത്തിൽ UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിക്ക് അർഹനെന്ന് ഞങ്ങൾ വ്യക്തമായ ബോധ്യമുണ്ട്. UDF ഇവിടെ ശക്തമായ ഒരു തിരിച്ചുവരവ് ഒരുങ്ങി നിൽക്കുകയാണ്. ജനങ്ങൾ പ്രവർത്തകരും ഇവിടെയൊക്കെ ഒരു ഗ്രൗണ്ട് വർക്ക്, ഒന്നാം ഘട്ടം ഗ്രൗണ്ട് വർക്ക് തന്നെ കഴിഞ്ഞു. ഇനി എന്താ വെച്ചാൽ ഇലക്ഷൻ ഇറങ്ങിയാൽ മതി. ഇടക്കാലത്ത് ചെറിയൊരു ഇടവേളുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ പേരിൽ. ബാക്കി എല്ലാം റെഡിയാണ്. ഇവിടെ 100% അൻവറിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ശ്രമമൊക്കെ ചാനലുകാരുണ്ടാക്കുന്ന വിഷയങ്ങളാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്? അദ്ദേഹം അവിടെ 100% വിജയിച്ചിരിക്കും. മനു, അതാണ് ഇവിടെ എത്തിച്ചേർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. വലിയ ആവേശമാണ്, വലിയ സന്തോഷമാണ്. കാരണം ഈ ഒരു വാർത്തയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഇവിടെ എത്തിയ പ്രവർത്തകരൊക്കെ. ഇത്രയും നേരമായിട്ട് ഇടയ്ക്ക് പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും അവർ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അരടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഒട്ടേറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എപ്പോഴും പല തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ വേദിയാക്കുന്നതാണ്. ഇത്തവണയും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. രാവിലെ PV അൻവറിൻ്റെ ആ ഒരു പ്രസ്താവന അത് ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കുകയും കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പക്ഷേ എന്തിനാണെങ്കിലും ഷൗക്കത്തിൻ്റെ പിന്നിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഷൗക്കത്തിൻ്റെ പ്രതികരണം ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. അദ്ദേഹവുമായി നാം സംസാരിച്ചിരുന്നു. പ്രവർത്തകരുടെ ഇടയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള ഏറെ അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ട് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് എന്ന കാര്യത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് എല്ലാം വന്നെത്തി നിൽക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ആര്യടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലെത്തിയ പ്രവർത്തകർ ഇപ്പോഴുള്ളത്.